അല്ല, അതങ്ങനെയല്ല. ബാച്ചിലേഴ്സ് ഫിസിക്സ് കഴിഞ്ഞവർക്ക് പ്യൂർ ഫിസിക്സ് മാത്രമല്ല മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. ഇഷ്ടംപോലെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫോട്ടോണിക്സ് അല്ലെങ്കിൽ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഫോട്ടോണിക്സ് ഓർ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ ലേസർ അല്ലെങ്കിൽ ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് ഈ കോഴ്സിനകത്ത് വരുന്നത്. അടുത്ത് വരുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫിസിക്സ് സൈഡും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കോഴ്സാണ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ്. പിന്നെ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ക്വാണ്ടം ടെക്നോളജി അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് ആണ്. അപ്പോൾ ക്വാണ്ടം ടെക്നോളജി ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ കമ്പ്യൂട്ടേഴ്സിലെല്ലാം ക്വാണ്ടം ബേസ്ഡ് ക്വാണ്ടം ക്യൂബിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് വരാൻ പോകുന്നത്. ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടം ഫിസിക്സ്. പിന്നെ അടുത്ത് വരുന്നത് പറഞ്ഞാൽ ബയോമെഡിക്കൽ ഇമേജിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സസ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഡയഗ്നോസ്റ്റിക്സ് നമുക്കറിയാലോ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്കാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുള്ള ആസ്ട്രോഫിസിക്സ്, നമ്മുടെ നാസ അല്ലെങ്കിൽ ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് കോസ്മോളജി, നമ്മുടെ സ്പേസ് റിലേറ്റഡ് ഉള്ള സ്റ്റഡീസിന് വരുന്ന കോഴ്സാണ് ആസ്ട്രോഫിസിക്സ്. ഈ പറഞ്ഞ കോഴ്സുകളല്ലാതെ ഫിസിക്സ് കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്.